Hi dears, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാങ്ങയും ക്യാരറ്റും വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇതുപോലെ ഒരൊറ്റ തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഇതാ ഞാൻ 3 ക്യാരറ്റും എടുത്തിട്ടുണ്ട്, 3 മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി മൂത്ത മാങ്ങ വേണം എടുക്കാനായിട്ട്. മാങ്ങയും ക്യാരറ്റും തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ ഒന്നങ്ങ് ഒപ്പിയെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ വെള്ളമൊക്കെ തുടച്ചെടുക്കുന്നത്. കാരണം ഇത് എത്ര കാലം വെച്ചിട്ടുണ്ടെങ്കിലും പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിലും കേട് വരില്ല, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അധിക ദിവസമൊന്നും ഇരിക്കില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ആയതുകൊണ്ട് മക്കളുള്ള വീട്ടിലാണെങ്കിൽ വേഗം തന്നെ തീരുകയും ചെയ്യും കേട്ടോ. അപ്പം നമുക്കിതാ ഞാൻ 3 മാങ്ങയും ക്യാരറ്റും നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് അരിയേണ്ടതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇനി നമുക്ക് മാങ്ങ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് കനം കുറഞ്ഞിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. കാരണം എത്രത്തോളം നമുക്ക് കനം കുറച്ച് അരിഞ്ഞെടുക്കാൻ പറ്റും അതുപോലെ വേണം കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കാൻ. ഇതുപോലെ ഞാൻ ആദ്യം ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ നീളത്തിൽ നമുക്ക് കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ വേണം ക്യാരറ്റും കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പം നമ്മൾ മാങ്ങ അരിഞ്ഞെടുത്ത പോലെ തന്നെ ക്യാരറ്റ് ഇതേപോലെ ഒന്ന് ആദ്യം സ്ലൈസ് ചെയ്തെടുക്കുക, എന്നിട്ട് ഇങ്ങനെ നീളത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. മാങ്ങ കട്ട് ചെയ്തെടുത്ത പോലെ തന്നെ എത്രത്തോളം നമുക്ക് കനം കുറച്ച് അരിയാൻ പറ്റും അത്രത്തോളം കനം കുറച്ചിട്ട് വേണം ഇത് അരിഞ്ഞെടുക്കാനായിട്ടിട്ടതാ. ഇതുപോലെ നീളത്തിൽ ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ക്യാരറ്റും ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ക്യാരറ്റും മാങ്ങയും നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ എയർ ഫ്രയറിൽ വെച്ചിട്ട് ഒന്ന് അങ്ങ് കുക്ക് ചെയ്തെടുക്കണം. ആദ്യം ഞാനൊരു സിലിക്കൻ്റെ പാത്രത്തിലേക്ക് ഞാൻ ക്യാരറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ക്യാരറ്റ് മാങ്ങനെക്കാട്ടും ഒന്നും കൂടെ ഒന്ന് വേവാനുള്ളതാണ്. അതുകൊണ്ട് ക്യാരറ്റ് നമ്മൾ ഒരു 3 മിനിറ്റോളം എയർ ഫ്രയറിൽ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. മാങ്ങ അത്രയ്ക്കും വേണ്ട, കാരണം മാങ്ങ പെട്ടെന്ന് തന്നെ ഒന്ന് അങ്ങ് വാടി വരും. ഇത് രണ്ടും ഞാൻ നേരത്തെ പറഞ്ഞു, ഓവറായിട്ട് കുക്ക് ചെയ്തെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. നമുക്ക് സാധാരണ നമ്മൾ ഈ ഒരു റെസിപ്പിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്നിങ്ങനെ കടിക്കണം, അത്രയ്ക്കേ വേണ്ടൂ. അപ്പോൾ എയർ ഫ്രയറിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഞാൻ 180 ഡിഗ്രിയിൽ ഒരു 3 മിനിറ്റാണ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ക്യാരറ്റൊക്കെ അത്യാവശ്യം തന്നെ ഒന്നങ്ങ് വാടി വന്നിട്ടുണ്ട്. വെന്ത് പോവരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് അങ്ങ് വാടി കിട്ടിയാൽ മതി. ഇനി നമുക്ക് അതുപോലെ തന്നെ മാങ്ങയും വെച്ച് കൊടുക്കാം. പക്ഷേ മാങ്ങ ഞാൻ 2 മിനിറ്റാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്, കാരണം മാങ്ങ പെട്ടെന്ന് തന്നെ ഒന്നങ്ങ് ആയി കിട്ടും. അതുകൊണ്ട് 2 മിനിറ്റ് മതി കേട്ടോ. അപ്പോൾ 2 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് മാങ്ങ ഒന്ന് എടുത്ത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 2 കഷ്ണം ചെറിയ പീസ് ഇഞ്ചി, ഒരു 10-20 അല്ലി വെളുത്തുള്ളി. ഈ ഒരു അളവിലേക്കുള്ള ഇതാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമുക്കൊന്ന് ഇതേപോലെ തന്നെ കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇനി കൂടുതലായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ അളവ് കൂട്ടിയെടുക്കുക. അതുപോലെ തന്നെ കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ഇതൊക്കെ കുറച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനൊരു 4 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. എരിവിനനുസരിച്ച് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 എണ്ണ എടുത്തിട്ടുള്ളൂ. അതും ഞാൻ ഇതുപോലെ ഒന്ന് നീളത്തിൽ കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളെല്ലാതും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്കിതിലേക്ക് വേണ്ടത്. അപ്പോൾ അതൊക്കെ അരിഞ്ഞത് അവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എള്ളെണ്ണയാണ് എടുക്കുന്നത്. സാധാരണയായിട്ട് നമ്മൾ അച്ചാറൊക്കെ ഇടാൻ ഉപയോഗിക്കില്ലേ, അതുപോലെ ഞാൻ എള്ളെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉലുവയും അതുപോലെ തന്നെ 1 ടീസ്പൂണോളം കടുകും ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ഒന്നങ്ങ് പൊട്ടി വരട്ടെ കേട്ടോ. അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കുണ്ടല്ലോ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി, കാരണം നമ്മൾ നന്നായിട്ട് തന്നെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതലൊന്ന് വാടി കിട്ടേണ്ട സംഭവം നമ്മൾ എയർ ഫ്രയറിൽ വേവിച്ചെടുത്തിട്ടുമുണ്ട്. ആദ്യം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്നങ്ങ് വാട്ടിയെടുത്തതിന് ശേഷമാണ് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്നങ്ങ് വാടി വന്നാൽ മതി, ഒരുപാട് സമയമൊന്നും വഴറ്റിയെടുക്കണ്ട. പച്ചമുളകും കൂടി ഒന്നങ്ങ് വാടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് കറിവേപ്പില ചേർത്ത് ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരുപാട് നേരം ഇളക്കണ്ട, കാരണം ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇളക്കിയെടുക്കുമ്പോൾ കറിവേപ്പിലയൊക്കെ അതിൽ കിടന്ന് തന്നെ വെന്ത് വന്നോളും. ഇനി നമുക്കതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മഞ്ഞൾപ്പൊടി മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, വേറെ ഒരു പൊടിയും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ആ മഞ്ഞൾപ്പൊടിയുടെ റോസ്മെല്ലൊന്ന് മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ക്യാരറ്റും അതുപോലെ തന്നെ നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന മാങ്ങയും ചേർത്ത് കൊടുക്കാം കേട്ടോ.
ഇത് രണ്ടും നമുക്കിനി വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എയർ ഫ്രയറിൽ വെച്ചിട്ട് ഓൾറെഡി ഇത് വേവിച്ചെടുത്തതാണ്. അപ്പോൾ അതിലിട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. എല്ലാം കൂടി ഒന്നങ്ങ് യോജിപ്പിക്കുന്ന വിധത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. ഇപ്പോൾ ഇതുപോലെ എല്ലായിടത്തേക്കും ആവുന്ന വിധത്തിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. ഇത് നമുക്ക് എയർ ഫ്രയറിലല്ലാതെ നേരിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ ഒരുപാട് സമയവും അതുപോലെ തന്നെ ഗ്യാസും നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് എയർ ഫ്രയറിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് അങ്ങ് വാട്ടിയെടുക്കാൻ പറ്റും. പിന്നെ ജസ്റ്റ് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ദാ ഞാൻ അതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ സുർക്കയില്ലേ വിനാഗിരി അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വീണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ സുർക്കയിൽ കിടന്ന് ഒന്നങ്ങ് തിളച്ച് വരണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇത് വേവിച്ചാൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് പോവും. ഇത്രേ ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇനിയിപ്പോൾ ഇത് ഈ സുർക്കയിൽ കിടന്ന് ഒന്നങ്ങ് തിളച്ച് വരേണ്ട ആവശ്യമുള്ളൂ. നന്നായിട്ട് തന്നെ ഇതാ തിളച്ച് വരുമ്പോൾ നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. അത്രയേ ഉള്ളൂ. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇത് ക്രിസ്ത്യൻസിൻ്റെ ഒക്കെ കല്യാണത്തിലുണ്ടാവും സാധാരണയായിട്ട് ഇങ്ങനെയൊരു റെസിപ്പി. അവർ എല്ലാത്തിൻ്റെ കൂടെ ഇത് നമുക്ക് സാലഡായിട്ടും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇതിലൊരു ചെറിയൊരു മധുരവും അതുപോലെ സുർക്കയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ ആ എരിവും സംഭവം സൂപ്പറാണ്. ക്യാരറ്റൊക്കെ ഇങ്ങനെ കടിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് തന്നെ വെച്ചാൽ മതി. നമ്മളിതിൽ ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, ചേർക്കാൻ വേണ്ട. പിന്നെ എത്ര ദിവസം വേണമെങ്കിലും പുറത്തിരുന്നോളൂ, ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് ചൂടാറിയിട്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇതാ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കുക, ഈ ഒരു കണ്ടെയ്നറിലേക്ക് നമ്മൾ മാറ്റുമ്പോഴും അതെ ഈ ഒരു പാത്രം നന്നായിട്ട് തുടച്ച് ഉണക്കിയിട്ടുള്ളതാവണം കേട്ടോ. അല്ലെങ്കിൽ പൂപ്പൽ പിടിക്കും പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് എത്ര ദിവസം വേണമെങ്കിലും പുറത്തിരിക്കും. അതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല, സൂപ്പർ ടേസ്റ്റുമാണ്. ജസ്റ്റ് ട്രൈ ചെയ്യാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.